കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ നിന്ന് എത്തുന്നത് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പന്ന്യൻ എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന പന്ന്യൻ രവീന്ദ്രൻ. സാധാരണ സക്സസ് സ്റ്റോറിയിൽ ആമുഖമായി ആളുകളെ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ മലയാളികൾക്ക് മുന്നിൽ പന്ന്യൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുത്തുന്നത് അത്ര ശരിയാകില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ പന്ന്യനെ വിശദമായി പരിചയപ്പെടുത്താൻ ഞാൻ മുതിരുന്നില്ല. ബാല്യം, അദ്ദേഹത്തിൻ്റെ കൗമാരം, യൗവനം, അത് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രൂപപ്പെടുന്നത്? പന്ന്യനെ അറിയാം. വളരെ ചെറുപ്പത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ബീഡി തെറുപ്പ്, 15 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അംഗത്വം, പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് 20-ാം വയസ്സിൽ ജയിൽവാസം, പാർലമെൻറ്റ് അംഗമാണ്, നല്ലൊരു ഫുട്ബോൾ പ്രേമിയാണ്, നല്ലൊരു കമൻ്ററി പറയുന്ന ആൾ കൂടിയാണ്. പന്ന്യൻ എന്ന മനുഷ്യൻ അന്നത്തെ ഒരു കാലഘട്ടം, നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം രൂപപ്പെട്ടത് എങ്ങനെയാണ്? പുതിയ തലമുറക്ക് പന്ന്യൻ രവീന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അറിയാം. അദ്ദേഹം കടന്നു വന്ന വഴികൾ ഒരു പക്ഷേ നമ്മുടെ തലമുറയിൽപ്പെട്ട പല ആൾക്കും അറിയില്ല. ചരിത്രം മുഴുവൻ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നാം സഞ്ചരിക്കുന്നത്. അധികാരികൾ പോലും ചരിത്രത്തെ മറക്കാൻ മനഃപൂർവ്വം പഠിപ്പിക്കുന്ന കാലഘട്ടം. അപ്പോൾ നമ്മൾ ചില നേതാക്കളെ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് സക്സസ് സ്റ്റോറി ഈ യാത്ര നടത്തുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം പന്ന്യൻ രവീന്ദ്രനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമസ്കാരം രവിയേട്ട. ഒന്നുമില്ല, നമ്മൾ ഈ പുതിയ തലമുറയ്ക്ക് താങ്കളെപ്പോലുള്ള നേതാക്കളെ ഒന്ന് അറിയുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാളെ അറിയണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ് എന്ന ആദ്യ ചോദ്യമാണ് താങ്കളോട് ഞാൻ ചോദിക്കുക. എവിടെയാണ് രവിയേട്ട താങ്കൾ ജനിച്ചത്? എല്ലാ നേതാക്കളെന്ന് പറയുന്നത് ഒരാൾ ഒരു പാർട്ടി പ്രവർത്തകനായാലും അപ്പം തന്നെ നേതാവില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന്. ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെയാണ് നേതൃപദവിയിൽ വരുന്നത്. ആ നേതൃസ്ഥാനം എന്ന് പറയുന്നത് ശാശ്വതമായൊരു കാര്യമാണെന്ന് ധരിക്കുന്നത് വലിയ മൗഢ്യമാണ്. നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാത് കാലത്ത് പ്രസ്ഥാനം നേതാവ് ആരാണെന്ന് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന കാര്യം ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിലേക്ക് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ജനസേവനമാണ്. ജനസേവനത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ആൾ അദ്ദേഹം അതിന് സന്നദ്ധമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സോട് സ്വന്തം പറയണം. അല്ലെങ്കിൽ ജനസേവനം എന്ന് പറയുന്ന മാർഗം ഒരു ഫാഷനായിട്ട് മാറും. ഇപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് തിയറി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ജീവിത അനുഭവത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. എൻ്റെ പ്രദേശത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലം, കക്കാടാണ് താങ്കൾ ജനിച്ചത്? അതെ, പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ പാവപ്പെട്ട ആളുകളെ കൂടെ ഒരു പാവപ്പെട്ട കുടുംബമായ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ? അമ്മയാണ് എൻ്റെ എല്ലാം. യശോദ എന്ന ആ പേര്. അമ്മയാണ് സത്യം പറഞ്ഞാൽ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. നമ്മളിപ്പോൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നില്ലേ, അമ്മ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതാണ്. എനിക്ക് 3 വയസ്സ് പ്രായമുള്ള അമ്മ പറഞ്ഞുള്ള അറിവാണ്. സഖാവ് AKG വന്നു തെരഞ്ഞെടുപ്പിന്, പ്രചരണത്തിന്. 52-ൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഞാൻ 48-ലാണ് ജനിക്കുന്നത്. 48-ലാണ് ജനനം. അതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളോട് പറയാം. വിക്കിപീഡിയയിലൊക്കെ 45ആണ്, എല്ലാത്തിലും 45 ഉള്ളത്. സ്കൂൾ സർട്ടിഫിക്കറ്റും 45. കാരണം 3 വയസ്സ് കഴിയുമ്പം 6 വയസ്സ് എന്ന് പറഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത തന്നെ. അതാണ് ഉണ്ടായ കാര്യം. സ്കൂൾ സർട്ടിഫിക്കറ്റിലും അതാ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം? അതെ, 48-ലാണ് ഞാൻ ജനിക്കുന്നത്. ആ ജനിച്ച് 3 വയസ്സ് കഴിയുമ്പോഴാണ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ AKGയെ കാണാൻ. AKGയെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിരിക്കുക. AKG പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മളവിടെ ഇന്നത്തെ പോലെ റോഡും സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നടന്നു പോയി AKGയെ കണ്ട് AKGക്കൊരു മാലയിടാൻ എൻ്റെ കയ്യിലൊരു നൂല് മാല തന്ന്. അന്ന് നമ്മളെ നൂലാണല്ലോ, ചുവന്ന നൂല്. ആ മാല എന്നെക്കൊണ്ട് AKGക്ക് ഇടിപ്പിച്ച്. അപ്പോൾ ഇതൊന്നും എനിക്കോർമ്മയുള്ള കാര്യമല്ല, അമ്മ പറയുന്നതാണ്. അപ്പോൾ AKG
ആ മാലയിട്ടപ്പോൾ എൻ്റെ കവിളിൽ നുള്ളി. അപ്പോൾ അമ്മ എന്നോട് എപ്പം പറയും, നീ AKGക്ക് മാലയിട്ടവനാ. AKG എന്ന് പറയുന്ന ആളാരാണ്, എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. പിന്നീട് AKGയെക്കുറിച്ച് ഞാൻ പഠിക്കുക. AKG ആരാണ്, AKGയുടെ പാർട്ടി ഏതാണ്, എന്തിനാ പാർട്ടി ഉണ്ടാക്കിയത്, എന്തിനാ പ്രവർത്തിക്കുന്നത്, അതൊക്കെ പിന്നെയുള്ള കഥ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് നമ്മൾ പോയി മെമ്പർഷിപ്പ് എടുത്തുന്ന നേരെ പാർട്ടി ചെയ്യുന്നതല്ല. ഇത് നമ്മൾ ചെറുപ്പകാലത്തേ ഉള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനെ കാണുന്നത്. ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കോർജാൻ UP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, കക്കാട്. സ്കൂളിലേക്ക് പോകുന്ന നടന്നിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ അവിടെ നെയ്ത്ത് കമ്പനിയാണ്. നെയ്ത്ത് കമ്പനിയിൽ തൊഴിലാളികൾ സമരം നടത്തുക. അവർ ചുവന്ന കൊടിയും പിടിച്ചാൽ സമരം നടത്തുന്നത്. സമരം നടന്നത് കൂലി കൂടുതലിന് വേണ്ടിയിട്ടാണ്. ആ സമരത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ അവർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന തുണി, ആ തുണി മുതലാളി പുറത്ത് കൊണ്ടുപോകുന്നതിന് ഇവർ തടഞ്ഞ് ആ തുണി കയറ്റിയ ലോറി പിക്കറ്റ് ചെയ്തു. കമിഴ്ന്ന് കിടന്ന് പിക്കറ്റിങ്ങാണ്. പോലീസ് വന്ന് നല്ല അടിയാണ്. അടി കൊള്ളുമ്പം അവർ മുദ്രാവാക്യം വിളിക്കുക, ഇൻകുലാബ് സിന്ദാബാദ്. അപ്പോൾ അടി കൊള്ളുമ്പം അവരുടെ ശരീരത്തിന് രക്തം ഇങ്ങനെ ചെതറുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വിഷമായി, നമ്മളെ സ്കൂൾ പിള്ളേരാണ്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് നമ്മളും അറിയാതെ വിളിച്ചു പോയി. കാരണം അങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത്. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലം, സ്കൂൾ ജീവിതം, ഇന്ന് നമ്മൾ ഹൈടെക് കാലഘട്ടമാണ്. താങ്കളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് കൂട്ടിയ ഗുണം, എൻ്റെ അമ്മക്ക് കുറച്ച് സംസ്കൃതം അറിയായിരുന്നു. എന്നെ ചെറുപ്പത്തിലേ അമ്മ അക്ഷരം പഠിപ്പിച്ചിരുന്നു. ഒരു 3ാം തരത്തിലാകുമ്പോഴേക്ക് ഞാൻ പത്രം വായിക്കും. എന്നെക്കൊണ്ട് ഒച്ചയിൽ വായിപ്പിക്കും അമ്മ. അങ്ങനെ പത്രം വായിക്കാൻ തുടങ്ങി. പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അവിടെ ദേശാഭിവർദ്ധിനി വായനശാലയിൽ അമ്മ പേരെഴുതി തരും പുസ്തകത്തിന്, ഇന്നേ പുസ്തകം വേണം. അങ്ങനെ അവിടെ പോയി പുസ്തകം എടുക്കും. ഈ അമ്മ എങ്ങനെ ഇത്രയും പഠിച്ചതും ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വായനയുള്ള ഒരാളായി മാറിയതും എങ്ങനെയാണ് ആ കാലം? അത് അമ്മ ചെറുപ്പത്തിൽ നന്നായി പഠിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. നന്നായി പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ സംസ്കൃതം പഠിച്ച്, സംസ്കൃതമാണ് കുറച്ച് കൂടുതൽ പഠിച്ചത്. രാമായണം, മഹാഭാരതം, അതുപോലുള്ള കാവ്യങ്ങളൊക്കെ പഠിച്ച്. അങ്ങനെ അമ്മക്ക് അന്നത്തെ കാലത്ത് വേണമെങ്കിൽ ഒരു സ്കൂളിൽ പോയാലും ജോലിക്ക്, പക്ഷേ അങ്ങനെ പോയില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് പിന്നെ കുടുംബജീവിതമായിട്ട് പോയി. അതുകൊണ്ട് അമ്മ മറ്റൊരു ജോലിക്കൊന്നും പോയി. അച്ഛൻ പിന്നെ നെയ്ത്ത് കമ്പനിയിലെ മേസ്ത്രിയായിരുന്നു അച്ഛൻ. പേര് രാമൻ, CP രാമൻ, ചേനോളി പറമ്പത്ത് രാമൻ. എത്ര മക്കളായിരുന്നു വീട്ടിൽ? ഞങ്ങൾ 3 പേരാണ്. ഞാനുണ്ട്, എൻ്റെ അനുജനുണ്ട്, ഇപ്പം ജീവിച്ചിരിപ്പില്ല, രാജൻ. എൻ്റെ ചേച്ചിയുണ്ട് കനകവല്ലി, അവരും ജീവിച്ചിരിപ്പില്ല. 3-ലിപ്പം ജീവിച്ചിരിപ്പുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റ് 2 പേരും പോയി. ഈ സ്കൂൾ പഠനകാലത്ത് ഇപ്പം നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ യൂണിഫോം, പുസ്തകം, ഭക്ഷണം, അങ്ങനെ ഹൈടെക് ആയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. താങ്കളൊക്കെ ഒരു പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആ സ്കൂളിൻ്റെ അന്തരീക്ഷം എന്തായിരുന്നു? അധ്യാപകർ എങ്ങനെയായിരുന്നു? ആ പഠന രീതി എങ്ങനെയായിരുന്നു? അധ്യാപകന്മാർക്ക് വിദ്യാർത്ഥികളോട് ഏറ്റവും വലിയ സൗഹൃദമായിരുന്നു. ഒന്ന്, കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. ആ നിർബന്ധത്തിൽ നമുക്കൊരു വിഷമവുമില്ലായിരുന്നു. നമ്മൾ പോകുന്നത് പഠിക്കാനാണ്. ആ പഠിക്കാനുള്ള സന്ദർഭമാണ്. ഇന്നത്തെ പോലെ കഞ്ഞിയോ ഏർപ്പാടൊന്നും വന്നില്ല. ഞാൻ പലപ്പോഴും ഇപ്പം തിരുവനന്തപുരത്ത് മിക്കവാറും സ്കൂളുകളിൽ പല പരിപാടിക്കും പോകുന്നതല്ലേ. മിക്കവാറും കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കുക, അവർക്ക് സഹായം ചെയ്യുക. അന്നൊരു സഹായമില്ലായിരുന്നു. എന്നു പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സീനിയേഴ്സിൻ്റെ, ജയിച്ചു പോയ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പഴയ പാഠപുസ്തകങ്ങൾ വാങ്ങിയ പതിവ്. നമുക്ക് ആ പുസ്തകം വാങ്ങാനുള്ള കാശൊന്നുമില്ല. കാരണം എൻ്റെ 12 വയസ്സാകുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം അമ്മക്കല്ലേ വീട്ടിലെ ബാധ്യത മുഴുവൻ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ എന്താ ഗതി? അമ്മ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എനിക്ക് ഒരു വലിയ മോഹം ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണമെന്ന്. പക്ഷെ അത് കഴിഞ്ഞില്ലല്ലോ. അത് അമ്മ ദുഃഖത്തോടെ പറയും. അത് പറയുമ്പോൾ എനിക്ക് വിഷമമില്ല. കാരണം എന്താ, അമ്മയുടെ മനസ്സാണത്, നല്ല മനസ്സാണത്. പക്ഷെ പഠിപ്പിക്കാൻ വേറെന്താ ഗതി?
പണമില്ല പ്രശ്നം. വീട്ടിൽ അമ്മ പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 2 ആടുണ്ടായിരുന്നു. ആടിൻ്റെ പാല് വിറ്റ് അങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്ഥലത്തൊക്കെ ജോലിക്ക് പോയി അവിടെ നിന്നുള്ള കാശ്. മിക്കവാറും നമ്മളെ പിന്നെ ചെറുപ്പത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടപ്പാടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അത്രയേ ഉള്ളൂ, അതേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഞാൻ പലപ്പോഴും ഈ അരി ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ പലതായിരുന്നു. രാത്രി നമുക്ക് കൃത്യമായി കിട്ടുന്നൊരു സാധനമുണ്ട്, മധുരക്കിഴങ്ങ് വില കുറച്ച് കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവരും. അത് അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഹിതം വെച്ച് തരും മധുരക്കിഴങ്ങ്. ആ മധുരക്കിഴങ്ങ് മതി നമുക്ക്. ഒരു കാര്യം അമ്മ ചെറുപ്പത്തിലേ പറഞ്ഞു നമ്മളോട്, മക്കളെ ഇവിടുന്ന് എന്താ കഴിച്ചെന്ന് പുറത്ത് പറയരുത്. ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചാൽ കഴിച്ചു എന്ന് പറഞ്ഞേക്കണം. ആരുടെയും ഔദാര്യം വാങ്ങരുത്. എന്താ അങ്ങനെ? അത് അമ്മക്കാർക്ക് നിശ്ചയമാണ് ആ കാര്യത്തിൽ. ആ കാര്യത്തിൽ ഒരാളുടെയും മുമ്പിൽ പോയി നമ്മൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് അവരൊരു ഔദാര്യം സ്വീകരിക്കാൻ വേണ്ട എന്ന അമ്മ കൃത്യമായി പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ഈ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിലെ മാഷുമാർ, ആ മാഷുമാർക്കൊക്കെ എന്നെ വലിയ സ്നേഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അക്ഷരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ മുമ്പിലല്ലേ. ഞാനൊരു 4ാം ക്ലാസ് ആകുമ്പോഴേക്ക് ABCD ഒരൊറ്റ പറച്ചിലങ്ങ് പറയും, ABC ആ കാലത്ത് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്ക് സ്കൂളിൽ ഞാൻ പിന്നെ സ്കൂൾ ലീഡർ വരെയായി. അത് സാധാരണഗതിയിൽ അവിടെ 7th വരെയുള്ളൂ, 7ാം ക്ലാസ് വരെ. 6ാം ക്ലാസ്സിലുള്ള ഞാൻ ലീഡറാവാൻ കാരണം എന്താ പറഞ്ഞാൽ ഞാൻ കുറച്ചിങ്ങനെ വായിച്ചു പോവും. ഈ വായിക്കാനുള്ള പ്രേരണ അമ്മയുടെ പ്രേരണയാണ്. ഞാൻ ആദ്യമായി സ്കൂളിൽ പ്രസംഗിച്ച പ്രസംഗം നെഹ്റുവിനെ കുറിച്ചാണ്, ശിശുദിനത്തിൽ. ആ പ്രസംഗം കേട്ടതിന് ശേഷം വിജയൻ മാഷ് എന്നോട് പറഞ്ഞു, നീ വളരെ ശ്രദ്ധിക്കണം, നിനക്ക് ഒരുപാട് ഭാവിയുണ്ട്, നീ ശ്രദ്ധിക്കണം, നല്ലോണം പഠിക്കുമായിരുന്നു. പക്ഷെ പഠിക്കുമെന്ന് പറഞ്ഞാലും പഠിപ്പിൻ്റെ യാത്രക്ക് തടസ്സമെന്താ? പൈസയാണ്. കാരണം നിങ്ങൾ കഞ്ഞീൻ്റെ കാര്യം ഇരിക്കട്ടെ, ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞിക്ക് പകരം അന്നത്തെ ഉണ്ടക്കായ കഴിക്കുക. വീട്ടിൽ നിന്ന് അമ്മ തരും അരയാണ്. വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ എത്രാം ക്ലാസ് വരെ ഉണ്ടായിരുന്നത്? അവിടെ 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു? ഇല്ലില്ല, 6ാം ക്ലാസ്സിന് സ്കൂൾ വിട്ട്, 6ാം തരത്തിന് സ്കൂൾ വിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു, ഇംഗ്ലീഷ് ട്യൂഷന് പോയിരുന്നു, ഹിന്ദി ട്യൂഷന് കുറേ പോയിരുന്നു. അതൊക്കെ പോകുന്ന രാത്രി കാലങ്ങളിലല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ BD ബ്രാഞ്ചിൽ പോയി ബീഡി കെട്ടാൻ തുടങ്ങി. ഏത് ബ്രാഞ്ചിലാണ്? അവിടെ കക്കാട്ട് തന്നെ. കക്കാട്ട് അവിടെ ഒരു വലിയ സാധു ബീഡീൻ്റെ വലിയ ബ്രാഞ്ചുകളുണ്ട്, 3 ബ്രാഞ്ചുകളുണ്ട്. അതിലൊരു ബ്രാഞ്ചിൽ നമ്മളൊരു പാർട്ടി സഖാവിൻ്റെ പിന്നെ സഹായിയായിട്ടാണ് ഞാൻ പോയത്. ആദ്യമായി എനിക്ക് കിട്ടിയ കൂലി ഒരാഴ്ചയിൽ 50 പൈസയാണ്. 50 പൈസ എന്ന് പറഞ്ഞാൽ 1/2 രൂപ. അത് അമ്മക്ക് കൊണ്ട് കൊടുത്തു ഒരാഴ്ചയിൽ. എന്നുവെച്ചാൽ അമ്മക്ക് അത് കണ്ടപ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മ പറഞ്ഞു, വേറെ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതിനെന്തമ്മേ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. ഞാൻ പറഞ്ഞാൽ വളരുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നേരിൻ്റെ വഴിയിലേക്ക് പോകണമെന്ന് നമ്മൾ വായിച്ചറിഞ്ഞതും അമ്മ പഠിപ്പിച്ചതാണ്. ആ നേര് മാത്രം സ്വീകരിക്കണമെന്നാണ്. അതുകൊണ്ട് ഞാനിപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ 15 വയസ്സിൽ പാർട്ടി മെമ്പറായി. 15ാം വയസ്സിൽ 16ാമത്തെ വയസ്സിൽ പാർട്ടി പിളർന്ന് ഞാൻ മെമ്പറായ ജനുവരിയിലാണ്, ഏപ്രിൽ പാർട്ടി പിളർന്നപ്പം ഞാൻ CPIയിൽ ഉറച്ചു നിന്ന്. CPM പോകണോ CPIയിൽ പോകണോ എന്നുള്ള തർക്കമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം അതില്ലാതിരിക്കാൻ കാരണം AKG തൊട്ട ആളെ എന്നോട് പലരും ചോദിച്ചിരുന്നു, നീ AKGൻ്റെ ആളല്ലേ, പിന്നെ എങ്ങനെ നീ CPIയിൽ പോവാ? ഞാനൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ ജനാധിപത്യമാണ് പ്രധാനം. ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഭൂരിപക്ഷ തീരുമാനം ന്യൂനപക്ഷം അംഗീകരിക്കണം. നമ്മുടെ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് അതാണല്ലോ. ആ ന്യൂനപക്ഷം അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അംഗീകരിച്ച ന്യൂനപക്ഷത്തിന് ഉള്ള അഭിപ്രായ വ്യത്യാസം അടുത്ത പാർട്ടി കോൺഗ്രസ് വീണ്ടും മാർക്ക് ചെയ്യാം. രാഷ്ട്രീയ കാര്യങ്ങൾ ആ ഭൂരിപക്ഷ തീരുമാനത്തിന് വിരുദ്ധമായി 32 പേർ ഒരു പാർട്ടിയുടെ 101 പേരുള്ള നാഷണൽ കൗൺസിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനെ എനിക്ക് അനുകൂലിക്കാൻ കഴിയില്ല.
ഞാൻ ആ പ്രിൻസിപ്പളിൽ കൃത്യമായി ഉറച്ചു നിന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ ഭൂരിപക്ഷത്തോടൊപ്പം നിന്നു. ഭൂരിപക്ഷം അതല്ല ഉറപ്പ്. അതാണ് തീരുമാനം. അല്ല, തീരുമാനമല്ല, അതാണ് ശരിയും. ഒരു പാർട്ടി കമ്മിറ്റിയിൽ 50 പേരെന്ന് വെച്ചോ. പാർട്ടി കമ്മിറ്റി ഒരു വിഷയം വന്ന് ആ വിഷയം അവസാനം വോട്ട് വന്ന് വോട്ട് കിട്ടിയാൽ ഭൂരിപക്ഷം എത്രയാ? 50-ൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പകുതിയിലേറെ കിട്ടണ്ടേ? അല്ലെങ്കിൽ ആ പോൾ ചെയ്തതിൻ്റെ പകുതിയിലേറെ കിട്ടണ്ടേ? അങ്ങനെ കിട്ടിയിട്ടാണെന്ന് പാർട്ടി 101 പേരുള്ള നാഷണൽ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഇറങ്ങിപ്പോയ കൂട്ടത്തിൽ AKG ഉണ്ട്, EMS ഉണ്ട്, അങ്ങനെയുള്ള ഇറങ്ങിപ്പോയ ഒരുപാട് സഖാക്കളുണ്ട്. അവരൊന്നും മോശക്കാരായതുകൊണ്ടല്ല, പക്ഷെ ആ തീരുമാനത്തോട് എൻ്റെ ലോജിക്ക് അംഗീകരിക്കാൻ. രവിയേട്ടാ, ഈ പ്രദേശമില്ലേ, ജീവിച്ച കക്കാട് എന്ന പ്രദേശം, ആ കാലഘട്ടത്തിലെ അയൽവാസികൾ, ആ പ്രദേശത്തുള്ള പ്രാദേശിക നേതാക്കൾ, അവരെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മകളോ ആ ജീവിത സാഹചര്യമൊക്കെ എങ്ങനെയാണ്? പിന്നെന്താ, നമ്മൾ അടുത്തടുത്ത വീടുകളല്ലേ, ആ വീടുകൾ പരസ്പരമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്തുണ്ടായാലും നമ്മളിൽ ഒരുമിച്ച ഏത് കാര്യത്തിലും. അങ്ങനെ ഒരു അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. മാത്രമല്ല, അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും പരസ്പരം അറിയാലോ. ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചും പരസ്പരം അറിയുന്നില്ല. അല്ല, ആർക്കും അങ്ങനെയല്ല. ഇപ്പം ഒരു വീട്ടിൽ എന്താ പ്രശ്നമുള്ള മറ്റേ വീട്ടുകാരറിയും. അപ്പം അങ്ങനെയുള്ളൊരു താങ്കൾ നേരത്തെ പറഞ്ഞൊരു വ്യത്യാസം, നിങ്ങൾ 20-ലാണ് ജയിലിൽ പോയി എന്ന് പറയുന്നത്. നോ, ഞാൻ 16 കഴിഞ്ഞ് 17-ാമത്തെ വയസ്സ് ജയിലിലെത്തുക. 1965-ൽ നമ്മുടെ പാർട്ടി ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലൊരു സമരം ആഹ്വാനം ചെയ്തു, അഖിലേന്ത്യാ സമരം. അതിനെ SA ഡാങ്കി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഡൽഹിയിൽ ബാരിക്കേഡ് കടന്നുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തു. ആ സമരം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ബാങ്ക് ദേശവൽക്കരണം. ഇന്നത്തെ ബാങ്ക് ദേശവൽക്കരണം അന്നില്ലല്ലോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭക്ഷ്യധാന്യ മൊത്ത വ്യാപാരം ദേശവൽക്കരിക്കുക. ഈ 2 മുദ്രാവാക്യം വെച്ച് ആ സമരം നടന്നത്. ആ സമരത്തിൽ കണ്ണൂരിൽ സമരം നടക്കുക. സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മോശമല്ല. 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്ന KP ഗോപാലൻ, അതുപോലെ കാന്തരോട്ട് കുഞ്ഞമ്പു, ഇതുപോലുള്ള പ്രഗത്ഭന്മാരാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആ സമരത്തിന് മുദ്രാവാക്യം വിളിക്കാനുള്ള ആളാണ്. ഞാൻ പയ്യനല്ലേ, ഞാൻ ബാലസംഘത്തിൻ്റെ ആളായിരുന്നു. അന്ന് ബാലസംഘമാണ്, അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല. ബാലസംഘത്തിൻ്റെ അവിടുത്തെ വില്ലേജ് സെക്രട്ടറി ആയിരുന്നു ഞാൻ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാനാണ്. അപ്പം മുദ്രാവാക്യം വിളിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഏറ്റുവിളിക്കുകയല്ലേ. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന്, അപ്പോൾ ഒരു SI ഒരു പോലീസുകാരനോട് പറഞ്ഞ് അവനെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചപ്പോൾ നമ്മളെ സഹാക്കൾ പറഞ്ഞ് അവൻ സമരത്തിൽ പങ്കെടുക്കുന്നില്ല, മുദ്രാവാക്യം വിളിക്കാനാ, അവനാ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചു കൊണ്ടുപോയപ്പം ഒരു പ്രശ്നം, ഞാൻ 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് ഞാൻ ജുവനൈൽ വിഭാഗത്തിൽ പോകും. അപ്പോൾ എന്ത് വേണം, കുട്ടികളെ കൂടെ പോകണോ വലിയവരെ കൂടെ പോകണോ? ഞാൻ തീരുമാനിച്ചു അറിവും അനുഭവ സമ്പത്തുമുള്ള നേതാക്കന്മാരെ കൂടെ പോകണം. ഞാൻ 18 വയസ്സ് 9 മാസം പറഞ്ഞു. അങ്ങനെയാണ് ജയിലിൽ പോയത്. ഈ പറയുന്ന വ്യത്യാസം അവിടെ ഉണ്ടായി. ജയിലിലേക്ക് ഫസ്റ്റ് പോയപ്പോൾ എന്താണ് സാഹചര്യം? അവിടെ ചെല്ലുമ്പം ആ ജയിൽ സാഹചര്യം പറഞ്ഞാൽ, അന്ന് അവിടെ ജയിലിൽ സിമെൻറ്റിൻ്റെ കട്ടിലല്ലേ, സിമെൻറ്റിൻ്റെ ആണ്. സിമെൻറ്റ് അതിൻ്റെ പോലെ ഓരോരുത്തർക്കും ഓരോ സിമെൻ്റ് ഉണ്ട്, അതിനൊരു ജംകാളുണ്ട്. പിന്നെ അത് തന്നെ വേറെ എന്താ, ഇപ്പം നമ്മൾ ക്യൂ നിൽക്കണം, ഭക്ഷണത്തിന് ക്യൂ നിൽക്കണം. പിന്നെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലത്തെ പ്രശ്നമാണ് ടോയ്ലറ്റ്. എന്നെല്ലാം പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതെ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്താണ് ഞാൻ ജയിലിൽ പോകുന്നത്. ഈ 12 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെടുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു അച്ഛൻ മരണപ്പെട്ടത്? അച്ഛനെ നേരത്തെ ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ തോന്നി ആ ഒരു 12 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ? അല്ല, അത് ഉറപ്പല്ലേ. വേർപാടിൻ്റെ വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അച്ഛൻ്റെ വേർപാട് നമ്മളെ കുടുംബത്തിനെ ആകെ ഒലച്ചി. അത് അമ്മക്കുണ്ടാകുന്ന ധൈര്യമായ ചിത്രം. പിന്നെ 3 മക്കളെ പുലർത്തണം അമ്മ. പിന്നെ അമ്മക്ക് വേറെ എന്താ, പിന്നെ ജീവിച്ചല്ലേ മതിയാവും. ആ കാലഘട്ടത്തിലൊക്കെ കായിക രംഗത്തൊക്കെ താങ്കൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അന്നേരം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഓൾ ഇന്ത്യ ടൂർണമെൻറ്റൊന്നും പോയില്ല. പക്ഷെ നാട്ടുമ്പുറത്ത് ടൂർണമെൻറ്റിൽ കളിക്കും, അന്നേ കളിക്കും. ആ കളിക്കുന്ന അവസരത്തിൽ തന്നെ സമാനമെടുക്കൂടെ കളിക്കുമായിരുന്നു. പക്ഷെ എന്ത് കളിച്ചാലും നിങ്ങളിപ്പം
കണ്ണൂർ ടൗണിൽ വന്ന് കളിക്കണ്ടേ? കണ്ണൂർ ടൗണിൽ വന്ന് കളിക്കണമെങ്കിലോ നമുക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. ഒന്ന് ബൂട്ട് വേണം, ഒന്ന് ബൂട്ട് ഇട്ട് കളിക്കാൻ. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. വാങ്ങാൻ പൈസയില്ല. ഏതിനും കാശൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് മെല്ലെ മെല്ലെ നീന്തി വന്നത്. അതൊന്നും എനിക്കൊരു മനസ്സിലൊരു ദുഃഖമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നത് എപ്പോഴെങ്കിലും മനസ്സിനോട് വേദന തന്നിട്ടുണ്ട്? ഏത് പഠനം പാതി വഴിയിൽ അതിലെനിക്ക് വിഷമമുണ്ടായിരുന്നു. അമ്മ അവിടെയൊക്കെ പറയും, നിന്നെ പഠിപ്പിക്കണം തീരുമാനിച്ചാൽ. ഞാൻ പറയും, അമ്മ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത്രയല്ലേ പറ്റുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് എപ്പോഴും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ അറിയാനും, അറിവ് എന്ന് പറയുന്നത് ഒരു മഹാസമുദ്ര. ആ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളിയെ നമ്മുടെ അടുത്തുള്ളൂ, നമ്മുടെ അടുത്ത് ആകെ അതേ ഉള്ളൂ. നമ്മളൊക്കെ വലിയ ഗമയിൽ പറയും, ഞാനെല്ലാം അറിയുന്നവനാണ്, എന്നെപ്പോലെ അറിവുള്ള ആളില്ല. വെറും മിഥ്യാധാരണയത്. നമ്മൾ അറിവെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. ഓരോ സെക്കൻഡിലും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക, ലോകത്തിൽ പുതിയ പുതിയ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക. പഴയ കാലത്തെ ലോകമാണ് ഇപ്പോൾ അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പ്രാഥമികമായ കാര്യങ്ങൾ പഠിക്കുക. ആ പഠിക്കാൻ ഞാൻ ഏറെ ആശ്രയിച്ച പുസ്തകങ്ങൾ തന്നെയാണ്. വായനയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരാരൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ? ആ കാലഘട്ടത്തിൽ ഉള്ള എഴുത്തുകാരാണ് കേശവദേവുണ്ട്. ആ കേശവദേവാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു എഴുത്തുകാരൻ. കാരണം കേശവദേവിൻ്റെ വളരെ പ്രധാനപ്പെട്ട നോവലാണല്ലോ ഓടിയൽ. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ഇയാൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും. അത് മനോഹരമായ ആഖ്യാന രീതിയാണ് ഉറൂബിൻ്റെ. പിന്നെ MT വന്ന്, പിന്നെ അന്നുണ്ടായിരുന്ന ആളുകൾ SK പൊറ്റക്കാടിൻ്റെ മനോഹരമായ കവിതയൊക്കെ ഉണ്ടായിരുന്നു. അതെ, വൈക്കം മുഹമ്മദ് ബഷീർ. പൊറ്റക്കാടിന് എന്നെ ആകർഷിച്ചൊരു കവിതയാണ്, നിങ്ങൾ ആണായാൽ മീശ വേണം, ചുണ്ടത്തൊരു ബീഡി വേണം, ഒക്കത്തൊരു കത്തി വേണം, അരികത്തൊരു പെണ്ണ് വേണം. നമ്മളിപ്പോൾ കുഞ്ഞുണ്ണി കവിതയൊക്കെ പറയുന്നില്ലേ, പക്ഷെ അതിനേക്കാളും മനോഹരമായി പൊറ്റക്കാട് എഴുതിയതാണ്. പൊറ്റക്കാട് നല്ല നുറുങ്ങ് കവിത എഴുതുക. മാത്രമല്ല പൊറ്റക്കാട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു കവിയാവേണ്ട ആളായിരുന്നു. എന്തുകൊണ്ട്? അയാൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ഒരു കവിത എഴുതി. ആ കവിത ഒരുപാട് കഥാപുസ്തകം പറഞ്ഞ, അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർക്കണ്ടിൽ കാഴ്ചകൾ കാണാനെത്തി എന്ന് പറഞ്ഞാൽ ടിമൂറിൻ്റെ പഴയകാലത്തെ സ്മാരകം. ആ സ്മാരകമൊക്കെ മനോഹരമായി വരച്ച് കേട്ടിരിക്കുന്ന ചിത്രീകരിച്ചു തന്നു. ഈ പൊറ്റക്കാട് സ്വാധീനിച്ചത് മീശ വേണമെന്നാണല്ലോ. വളർത്തിയത് കൂടുതൽ മുടിയാണല്ലോ. അതെ, മുടിയാണ്. അല്ല, പൊറ്റക്കാടിൻ്റെ അങ്ങനെയല്ല. പൊറ്റക്കാടിൻ്റെ കവിത നുറുങ്ങ് കവിത. നമ്മളിപ്പം നുറുങ്ങ് കവിത എന്ന് പറയുമ്പോൾ പൊറ്റക്കാടിനെ ആരും അറിയില്ല. പൊറ്റക്കാട് കവിയായിരുന്നു, നോവലിസ്റ്റായിരുന്നു, നല്ല ചെറുകഥാകൃത്തായിരുന്നു. അദ്ദേഹം കൈവെക്കാത്ത മേഖലയില്ല. പക്ഷെ അദ്ദേഹത്തെ അവസാനമായി ചിത്രീകരിച്ചത് എന്താ? സഞ്ചാര സാഹിത്യകാരൻ. അതെ, സഞ്ചാര സാഹിത്യകാരനായിട്ടാണ് കണക്കൂട്ടുന്നത്. പക്ഷെ അന്ന് തന്നെ നമ്മുടെ നാട്ടിൽ തകഴി ഉണ്ടായിരുന്നു. നിങ്ങൾ തകഴിയൊന്നും മറക്കരുത്. തകഴി അതുപോലുള്ള ഒരുപാട് എഴുത്തുകാരുടെ നാടായിരുന്നു ഈ നാട്. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ സിദ്ധിയുള്ള ആളുകളാണ്. അവർ മനുഷ്യരെ സ്വാധീനിച്ചിരുന്നു, വല്ലാതെ സ്വാധീനിച്ച്. താങ്കളുടെ ഈ ബാല്യകാലമൊക്കെ ഭയങ്കര ഒരു പട്ടിണിയും പരിവട്ടമൊക്കെ ഉള്ളൊരു എപ്പോഴും സുഭിക്ഷമായിട്ട് ഏറ്റവും ആദ്യം ഭക്ഷണം കഴിച്ചൊരു കാലമൊക്കെ ഓർമ്മയുണ്ട്. ഏറ്റവും മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നുമല്ലോ, ഏറ്റവും സുഭിക്ഷമായി. എനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആർത്തിയുള്ള ആളല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആർത്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുമെന്നല്ലാതെ അങ്ങനെ ഒരു വസ്ത്രത്തെക്കുറിച്ചുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ വസ്ത്രമൊക്കെ വലിയ ഭ്രമമുള്ള കാലമാണല്ലോ. വസ്ത്രത്തിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓണത്തിനും വിഷുവിനുമാണ് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രൗസറും ഷർട്ടും ഉണ്ടാവുക. അത് നമ്മൾ ടൈലറെ മുമ്പിൽ പോയിട്ട് കാവൽ നിൽക്കും. അത് ഉച്ചയ്ക്ക് ഒരു 3 മണിയെല്ലാകുമ്പോൾ കിട്ടുക. എന്നിട്ട് കിട്ടിയാലും നമ്മൾ നേരെ ഒറ്റ ഓട്ടമാണ് പിള്ളേർ എവിടെ പയ്യാമ്പലത്തേക്ക്. അത് അന്നത്തെ കാലം. നമ്മൾ ആ കാലം ഒന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ല. പോയ കാലത്തെക്കുറിച്ച് ഓർത്ത് അതിന് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പുതിയ കാലത്തിൻ്റെ അവസ്ഥയിൽ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോട്ടം വേണ്ടത്. പഴയ കാലം ഒരുപാട് ഓർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ജയിലാണ്.
ആ ജയിൽ ജീവിതം എന്നെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ജയിലിൽ ഈ നേതാക്കന്മാരിലുണ്ടല്ലോ, അവർ ക്ലാസ് എടുക്കും. പാർട്ടി ക്ലാസ് എന്ന് പറയുന്നത് ആദ്യം ജയിലിൽ നിന്നാണ് തുടങ്ങുന്നത്, അതും 16-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ പാർട്ടി ക്ലാസ്സാണ് എനിക്ക് കൃത്യമായ പല കാര്യങ്ങളിലും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ളൊരു അവസരം. അതാണ് കാരണം സംശയം അങ്ങോട്ട് ചോദിക്കാമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു നിരാശപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴാണ് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിലേക്ക് ആദ്യമായി വരുന്നത്? അത് ഞാൻ 1965 തന്നെ എന്നെ കൊണ്ടുപോയി പയ്യനായ എന്നെ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആക്കി. 65 കക്കാട് ബ്രാഞ്ചിൻ്റെ. അത് കഴിഞ്ഞ് 67 ആകുമ്പോഴേക്ക് ഞാൻ പാർട്ടി സെക്രട്ടറി ആയി. പിന്നെ അവിടുന്ന് പിന്നെ യൂത്തിൻ്റെ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ പിന്നെ കാലത്ത് കുറച്ച് സംഘർഷം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടം എങ്ങനെയാണ് കടന്നുപോയത്? ആ സംഘർഷകാലത്തൊക്കെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മൾ പാർട്ടികൾ തമ്മിൽ വളർന്ന് പല സഖാക്കൾക്കും അടികൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉള്ള അനുഭവം ഞാൻ പറയാം. പാർട്ടി ഭിന്നിച്ചതിന് ശേഷം എനിക്കൊരു തരത്തിലുള്ള ഒരു ദ്രോഹം എവിടെ ഉണ്ടായിരുന്നില്ല. അതിന് കാരണമുണ്ട്. കാരണം കണ്ണൂർ ഒരു ഫുട്ബോളിൻ്റെ കേന്ദ്രമാണല്ലോ. മഹാഭൂരിപക്ഷം തൊഴിലാളികളും ബീഡി തൊഴിലാളികളും നെയ്ത്ത് തൊഴിലാളികളുമാണ്. അവർ ഫുട്ബോളുമായി വളരെ ബന്ധപ്പെട്ട ആളുകളാണ്. കണ്ണൂർ ലക്കി സ്റ്റാർ, സ്പെറ്റഡ്യൂസ്, ബ്രദേഴ്സ്, ജിംഖാന 4 ടീമുകളാണ്. ഞാൻ ലക്കി സ്റ്റാറിൻ്റെ ആളാണ്. ഈ ലക്കി സ്റ്റാറുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അത് ആ ആളുകൾ പോപ്പുലർ ടീമാണ് ലക്കി സ്റ്റാർ, സ്പെറ്റഡ്യൂസും. ഈ ആളുകളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ 2 പാർട്ടിയിലുണ്ട്. ഭരതൻ ലക്കി സ്റ്റാർ കളിക്കുകയായിരുന്നു, അന്ന് ഗോൾ കീപ്പറായിരുന്നു. അപ്പം ഞാൻ ലക്കി സ്റ്റാറിൻ്റെ ഒരാളാണ്, ഞാൻ ഫുട്ബോളിൻ്റെ ആളാണ്. ഫുട്ബോൾ എന്ന് പറയുന്ന മനുഷ്യനെ യോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ, മനുഷ്യനെ പരസ്പരം യോജിപ്പിക്കുന്ന, അവനെ പരസ്പര വിദ്വേഷം എന്ന് പറയുന്ന മനുഷ്യന് പലപ്പോഴും വന്നേക്കാവുന്ന ഒരു മോശത്തരത്തിൽ ഇല്ലാതാക്കുന്നത് ഫുട്ബോൾ. ഇല്ല, ഒരു സ്ഥലത്തും ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്ത് ചിലപ്പോൾ മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പം പിന്നെ ആളുകൾ ചിലപ്പം ഉള്ള ആളുകൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള മറ്റേ എനിക്ക് ഒരു പ്രശ്നവും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്ന കാലഘട്ടം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്ന ഞാൻ പിന്നെ 82-ലാണ്. 82 മുതൽ 86 വരെ ജില്ലാ സെക്രട്ടറി. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായി 86. പിന്നെ അവിടുന്ന് പിന്നെ കയറി അവിടുന്ന് സെക്രട്ടേറിയറ്റ് മെമ്പറായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയി. അതും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പിന്നെ സഖാവ് വെളിയം ഭാർഗവനെപ്പോലുള്ളൊരു നേതാവിൻ്റെ കൂടെ അതേ തലത്തിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത മഹാഭാഗ്യം. വെളിയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? വെളിയത്തെക്കുറിച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വെളിയം കർക്കശക്കാരനാണ്, നന്നായി സ്നേഹിക്കുന്നവനാണ്, പാർട്ടി സഖാക്കളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആളാണ് വെളിയം. അതുപോലൊരു സഖാവ് അവരല്ലാത്ത വെളിയത്തിൻ്റെ വെളിയുമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ ഉണ്ടല്ലോ. വെളിയും ഞാനുമായിട്ടുള്ള ഒരുമിച്ചുള്ള അവസരത്തിൽ പല കാര്യങ്ങളിലും വെളിയത്തിന് തീരുമാനങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ പറയാം, നമ്മൾ ഏത് കാര്യത്തിനും വെളിയും ഞാനുമായിട്ട് എപ്പോഴും സംസാരിക്കും, ഏത് കാര്യത്തിനും. അപ്പോൾ ഒരു ദിവസം നമ്മളെ പാർട്ടി ആഫീസിൽ ഈ ഇരുമ്പിൻ്റെ കസേരയാണ് പാർട്ടി ഓഫീസിൽ ഇരിക്കാൻ. നമ്മുടെ ഒരു ജില്ലാ കമ്മിറ്റിക്കാർ പറഞ്ഞ് ഒരാൾ പറഞ്ഞിരിക്കുക, ഈ ആഫീസിലേക്ക് ആവശ്യമുള്ള നല്ല കസേര, പ്ലാസ്റ്റിക് ഈ കൊട്ട കസേര, ആ കസേര തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കസേര പിന്നെ നമുക്ക് ആഫീസിലേക്ക് വാങ്ങിയാലോ, അയാൾ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ആശാനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ആശാന്നാണ് വിളിക്കുന്നത്. ആശാനോട് ഞാൻ രണ്ട് ആശാന്മാരുണ്ട്. അപ്പോൾ ചോദിച്ച് ആശാനോട് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറയും, ഞാൻ ആശാനോട് ചോദിക്കാതെ പറയുമോ? അത് നമുക്ക് വേണ്ട, ആ കസേര നമുക്ക് വേണ്ട. ആ കസേര തരുന്നവൻ അവൻ വേറെ പലതും മനസ്സിൽ വെച്ചായിരിക്കും. നാളെ നമ്മളെ പാർട്ടിയെ ഒരു തീരുമാനമെടുത്തത് അവന് ഹിതമല്ലെങ്കിൽ അവൻ നാട്ടുകാരോട് പറയും അവരെ തീരുമാനമെടുത്ത് എൻ്റെ കസേരയിൽ ഇരുന്നിട്ടാ, അതുകൊണ്ട് വേണ്ട. അതൊക്കെ ഒരു വലിയ പാഠമാണ്. എന്നെ
പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട ശക്തി അത് ആശാന. ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ ഈ കൈക്ക് കാണില്ല വാച്ച്. എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു, റഷ്യയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നൊരു വാച്ച്, പോൾ ജോട്ട്. ആ വാച്ച് നമ്മുടെ ഒരു പാർട്ടി സഖാവുണ്ട്, ചെക്കർ എന്ന് പറയും, തിരുവനന്തപുരത്താണ്. അയാൾക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് രാവിലെ ഒരു ദിവസം ഞാൻ ഓഫീസിലെ താമസം, ഓഫീസിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ മോൻ കൊണ്ടുവന്ന എൻ്റെ ഭാര്യ പറഞ്ഞ് ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് വന്നതാണ്. എനിക്ക് ആ വീട്ടുകാരെ നല്ലോണം അറിയാം. എൻ്റെ കൈ കൊണ്ടുവന്ന് കെട്ടി, നല്ല കൈക്കൊണ്ട് തിളങ്ങുന്ന വാച്ച്. ഞാൻ ആ വാച്ച് കെട്ടിട്ട് രാവിലെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറപ്പെട്ട് ഞാൻ പറഞ്ഞ് ചക്കര നമുക്ക് ചായ കുടിക്കാൻ പോവാം. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പം ആശാൻ വരിക. ആശാൻ എന്നോട് പറഞ്ഞു, നീ എവിടെ പോന്ന്? ഞാൻ ചായ കുടിക്കാൻ. എവിടാ? രാധാകൃഷ്ണ കടയിൽ. അവിടെ ഒരു തട്ട് കടയുണ്ട്. അവരോട് നീ വേഗം പോയിട്ട് പോകാം കേട്ടോ. അത് പറഞ്ഞ് ആശാൻ തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ്, സ്വർണത്തിൻ്റെ വാച്ചൊക്കെ കിട്ടിയിട്ടാണ് പോകുന്നല്ലേ? അതൊരു ഷോക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് മാത്രമേ മനസ്സിലാവൂ. ഞാൻ അപ്പം മുകളിൽ പോയി ആ വാച്ച് അയച്ചു വെച്ച് പിന്നെ ഞാൻ ആ വാച്ച് കിട്ടിയില്ല. അത് ജനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും വിലയിരുത്തും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാച്ച്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന പേന, നിങ്ങളെ നടപ്പ്, നിങ്ങൾ പോകുന്ന പൊതുപ്രവർത്തകൻ്റെ ഓരോ ചലനങ്ങളും നിഴൽ പോലെ നോക്കുന്ന ആളുകളാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുക, അന്ന് TV ചർച്ചയിൽ ഞാൻ സ്ഥിരമായി പോകുന്നതാണ്. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എല്ലാം കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരുപാട് വിളിക്കും. ഒരാൾ എന്നെ വിളിച്ചിട്ട് അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. ചർച്ചയിൽ ഞാൻ MM ഹസനും ഞാനും കണ്ണൂരിലെ CK പൽപ്പനാവരും, നമ്മൾ 3 പാർട്ടിൻ്റെ ആളുകളാണ്, BJP. അപ്പോൾ അന്ന് ഞാൻ ഹർഷമായിട്ട് കുറച്ച് തർക്കം ചെയ്യാൻ പറയുന്നത് നിൻ്റെ പാർട്ടിയിൽ നിന്ന്. മലബാറിൽ നിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സമപ്രായക്കാർക്ക് പറയാം, തിരുവിതാംകൂറിൽ നിൻ്റെ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉടൻ തന്നെ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് ബോധ്യമായി ഞാൻ തെറ്റിലേക്ക് പോയി. ഞാൻ അപ്പോൾ തന്നെ നിർത്തി, ക്ഷമിക്കണം താങ്കളുടെ പാർട്ടിയിൽ നിന്ന്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ. അപ്പോൾ അച്ഛൻ ചോദിച്ച്, നാനാർ പറയുന്ന മാതിരിയാ? നാനാർ ആര്? ഞാനാര്? നാനാർ മഹാൻ, ഞാനൊരു പാപം. അതങ്ങനെ പോയി. എന്നിട്ട് പോയിട്ട് അത് കേട്ടിട്ട് എനിക്ക് വിളിച്ച ഫോണിന് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവർ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ്, സാറിൻ്റെ വാച്ച് മാറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ, വാച്ച് മാറിയില്ലല്ലോ. മാറിയിട്ടുണ്ട് സാറേ, കഴിഞ്ഞ നമ്മുടെ ചെയിനല്ലേ ആയിരുന്നത്, ഇപ്പോൾ ഒരു സ്റ്റേപ്പിലെ കാണുന്നത്, പുതിയ വാച്ച് വാങ്ങിയിട്ടുണ്ടോ? ഞാൻ അല്ല, ചെയിന് പൊട്ടിപ്പോയതുകൊണ്ട് സ്റ്റേപ്പ് കിട്ടിയതാ. അത്ര കൃത്യമാണ് പൊതുപ്രവർത്തകരെ വാച്ച് വരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ അറേബ്യൻ രാജ്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഒരു രാജ്യങ്ങൾ ഇവിടെ വരില്ല. സോവിയറ്റ് യൂണിയനിൽ പോയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളൊന്നും പോകാൻ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പം പലയിടത്തും വിളിച്ച്, ഞാനിപ്പോൾ വിദേശയാത്ര മാറ്റി വെച്ച്, ഇപ്പോൾ USA വിളിച്ച്, UK വിളിച്ച്. എന്താ വിദേശയാത്ര മാറ്റി വെക്കുന്നത്? യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, വേണ്ടെന്ന് വെച്ചിട്ട്. നല്ലതല്ലേ? അല്ല, വേണ്ടെന്ന് വെച്ചിട്ടാണ്. അറിവ് ഇപ്പം ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള അറിവും നമുക്ക് കയ്യിൽ കിട്ടും. നമുക്ക് അതിന്റെ കാര്യമില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യം വരുന്നത് ഏത് തെരഞ്ഞെടുപ്പിലാണ് താങ്കൾ ആദ്യം മത്സരിക്കുന്നത്? അത് കണ്ണൂരിലായിരുന്നല്ലോ. നമ്മളെ ജില്ലാ കൗൺസിൽ പണ്ട് വന്നില്ലേ, ആ ജില്ലാ കൗൺസിൽ നമ്മളെ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് ഞാൻ മത്സരിക്കണമെന്ന്. മത്സരിക്കാൻ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? എൻ്റെ അഡ്വക്കേറ്റ് ഗോപാലൻ, നമ്മളെ CMB ഉണ്ടായിരുന്നേ, CMB ആയിരുന്നു. MB രാഘവൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതെ, ഗോപാലൻ വക്കീൽ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മത്സരിച്ച് ഞാൻ നല്ലോണം ജയിച്ച്, അഴീക്കോട് ഞാൻ നല്ലോണം ജയിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അന്ന്. അത് തന്നെ ഒരു ടൈം അന്ന് ബാലേട്ടൻ, TK ബാലേട്ടൻ. അന്ന് നല്ല കമ്മിറ്റി ആയിരുന്നു. അതിനുശേഷം പിന്നെ പാർലമെന്റിലേക്കാണ്. അതിനുശേഷം പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്തല്ലേ. അത് തിരുവനന്തപുരത്ത് രസകരമായ കാര്യമല്ലേ. തിരുവനന്തപുരത്ത് വരത്തൻ എന്നല്ലേ പറഞ്ഞത്. ഒരു കണ്ണൂർക്കാരൻ അവിടെ വന്നിട്ട് മത്സരിക്കാം. അല്ല, ഉപതെരഞ്ഞെടുപ്പ് ആ PK മരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അവിടെ എല്ലാം പ്രഗത്ഭന്മാരായ ആളുകളല്ലേ. ആനി മസ്ക്രീൻ മുതലുള്ള ആളുകളിലെ ഈശ്വര അയ്യർ, ആനി മസ്ക്രീൻ, പിന്നെ കൃഷ്ണമേനോൻ, പിന്നെ PK വാസുദേവൻ നായർ. ആ കൂട്ടത്തിൽ ഞാനൊരു സാധാരണക്കാരൻ. പക്ഷെ എന്തുകൊണ്ടോ തിരുവനന്തപുരത്ത് ജനങ്ങൾ എന്നെ സ്വീകരിച്ച് 75,000 വോട്ടിന് ഞാൻ ജയിച്ചു അവിടെ. അതൊരു ഓളായിരുന്നു.
ഒരു ഓളായിരുന്നു അവിടെ. അന്നത്തെ തിരുവനന്തപുരം അല്ല ഇന്ന്. അല്ലല്ല ഇന്ന് അതല്ല. അന്ന് ഈ ആളുകള് നോക്കുന്ന കാലം. ഇന്ന് കാസ്റ്റ് നോക്കിയിട്ടില്ലേ അവിടുത്തെ അല്ലേ? അപ്പോൾ അതൊരു ഓളമായിരുന്നു. ആ ഓളമാണ് പാർലമെന്റ് അനുഭവം. അങ്ങനെയാണ് ആദ്യമായി പാർലമെന്റ് അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. ഇപ്പം പലരോടും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. പാർലമെന്റ് എന്ന് പറയുന്ന ആളുകളുടെ ധാരണ ഈ പാർലമെന്റിൽ മെമ്പറാണെങ്കിൽ നന്നായി വിദേശത്തെല്ലാം പോയിട്ട് സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് സംസാരിക്കണം, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് വേണം എന്നൊക്കെ ധാരണ തെറ്റാണ്. പാർലമെന്റിൽ ഞാൻ അവിടെ പോയി. ആദ്യം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ പോയി സോമാ ചാറ്റർജിയാണ് അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ സോമാ ചാറ്റർജിയോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമ്മളെ സത്യപ്രതിജ്ഞൻ്റെ എന്താ ഡൗട്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് ലാംഗ്വേജിലാണ്? നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് ഏതാ? മലയാളത്തിൽ പറഞ്ഞോ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് തയ്യാറാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞു. അന്ന് മുതൽ ഒരു കാര്യം ബോധ്യമായി, പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനങ്ങളുടെ സഭയാണ്. ആ സഭയിൽ ജനങ്ങളുടെ വികാരം അവിടെ പ്രകടിപ്പിക്കണം. അതിന് പ്രകടിപ്പിക്കാൻ ആംഗലേയ ഭാഷ വേണ്ട, അത് പ്രകടിപ്പിക്കാൻ മലയാളം മതി. മലയാളം പ്രസംഗിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെവിയിൽ കിട്ടും. മറ്റുള്ളവർ ഇംഗ്ലീഷിൽ അത് കേൾക്കും. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എന്താ വേണ്ടെന്ന് പറഞ്ഞ് കേൾക്കും. അപ്പോൾ ഈ പാർലമെന്റ് അനുഭവം മാത്രമല്ല, പാർലമെന്റിൽ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു വലിയ അനുഭവമാണ് പാർലമെന്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിനെ കണ്ടിട്ടാണ് പോകുന്നത്, ചമ്രമടി ജനിക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഒരു പുതിയ ലോകത്ത് നമ്മൾ എത്തിയതുപോലെ. നമ്മളൊരു പാർലമെൻറ്റ് മെമ്പർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കടമകളുണ്ട്. ആ കടമകൾ മണ്ഡലത്തിലെ ജനങ്ങളോട് രാജ്യത്തോടുമാണ്. ആ കടമകൾ നിർവഹിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന സമയം പൂർണ്ണമായി വിനിയോഗിക്കുക. ചിലരുണ്ട് പാർലമെൻറ്റിനകത്ത് ചോദ്യോത്തരം കഴിഞ്ഞാൽ പിന്നെ പോകും. ഈ പാർലമെൻറ്റ് മെമ്പർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ വളർന്നു വരും ഈ സൗകര്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ലക്ഷറിയാണല്ലോ, പല മേഖലകളിലും ലക്ഷറിയാണ്. താങ്കളെ അത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും സ്വാധീനിച്ചു? ഇല്ല, ഒരിക്കലും സ്വാധീനിക്കാതിരുന്നത്. സ്വാധീനിക്കാതില്ല അല്ല, സ്വാധീനിക്കാതിൻ്റെ കാര്യം അതിനും ഞാൻ പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ എപ്പോഴും പറയും നമ്മളായി ജീവിക്കണം, അതിൽ കൂടുതൽ കാര്യം നമ്മൾ ആലോചിക്കരുത്. അമ്മക്ക് എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാടുണ്ടായിരുന്നു. നിങ്ങളൊരു യൂണിയൻ്റെ സെക്രട്ടറിയായി ഞാൻ ഇരിക്കുമ്പോൾ ആ യൂണിയൻകാർ ഓണത്തിന് അവർക്ക് ബോണസ് കൂടുതൽ കിട്ടി. ഞാൻ സെക്രട്ടറി ആയിരുന്നു. ബോണസ് കൂടുതൽ കിട്ടിയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഷെയർ എടുത്തിട്ട് സെക്രട്ടറിക്ക് ഒരു പാരിതോഷികം കൊണ്ടു തന്നു. എത്ര കാശെന്ന് പറയാന്ന്? ചെറിയ കാശ് 70കളിലാണ്. എത്രയാണ്? 5000 രൂപ. വലിയ പൈസ. 5000 രൂപ ഒരു പൊതിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ അമ്മയുണ്ടായിരുന്നു. അമ്മ ചോദിച്ചെന്തെല്ലാം ചോദിച്ചതിന് ശേഷം അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നാൽ രവിയേട്ടന് കൊടുക്കാനാണ്. അപ്പം ഞാൻ കാസർഗോഡ് പോയിരിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു രാത്രി വരും, ഒരു കാര്യം ചെയ്യും, ഓന് കൊടുത്തേ. അല്ല ഇത് ഒന്നാൽ കൊടുത്താൽ മതി, നമ്മൾ തന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെ വെക്കണ്ട, കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി വന്നപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇവരെ കൊണ്ടുപോകുന്നിരുന്നു. മോനെ അത് നമുക്ക് വേണ്ട, അത് അവരുടെ വിയർപ്പിൻ്റെ വിലയാണ്. ആ പാപങ്ങളെ അതിൻ്റെ അംശം നമുക്ക് വേണ്ട. നമ്മൾ ഓണം കഴിച്ചില്ലെങ്കിൽ ഓണം കഴിച്ചില്ല എന്ന് നമ്മുടെ മനസ്സോട് പറഞ്ഞാൽ മതി, നമുക്കതിൻ്റെ വിഷമമില്ല. നമ്മൾ പട്ടിണി നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു പുതിയ കാര്യമില്ലല്ലോ, അത് നമുക്ക് വേണ്ട. അത് പറയാനുള്ളൊരു തൻ്റെ ഇടവും അത് പറയാനുള്ളൊരു മാനസികാവസ്ഥയും എൻ്റെ അമ്മക്കുണ്ട്. അത് ഒരു അനുഭവത്തിലുള്ള പാടാണ്. അനുഭവമല്ലേ ഈ കഷ്ടപ്പാട് എന്നൊക്കെ പറയുന്നത്, നമ്മൾ പറഞ്ഞു വരുന്നതല്ല, അതിലനുഭവിക്കേണ്ട. അമ്മ ആദ്യമായി അമ്മക്ക് ഏറ്റവും സന്തോഷമുണ്ടായൊരു സമയമുണ്ടായിരുന്നു. സന്തോഷമുണ്ടായ സമയമുണ്ടായിരുന്നു, അമ്മക്ക് വിഷമമുണ്ടായ സമയമുണ്ടായിരുന്നു. സന്തോഷമുണ്ടായ സമയം എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായി ആകാശവാണിയിൽ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നടത്തിയത് 70കളിലാണ്. കണ്ണൂർ ശ്രീനാരായണ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. ആ ടൂർണമെൻറ്റിൻ്റെ സംക്ഷിപ്ത വിവരണത്തിന് വേണ്ടി എന്നെ ആകാശവാണിക്കാർ വിളിച്ച്. തിക്കോടിനായിരുന്നു ആകാശവാണിയിലുണ്ടായിരുന്നത്. ഞാനവിടെ ചെന്ന്, അപ്പോൾ തിക്കോടിന് എനിക്ക് ഒരു പരിചയമുള്ള ആളാണ്, എല്ലാം ഏർപ്പാട് ചെയ്ത്. അന്ന് ടി ദാമോദരൻ എൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ്. അപ്പം ഞാൻ ആദ്യം പ്രഭാഷണം നടത്തി. ഞാൻ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ റേഡിയോ പറയാൻ പോവാം. നീ റേഡിയോ പറയുന്ന? ആ. അപ്പോൾ അമ്മ വൈകുന്നേരം 6:45 അടുത്ത വീട്ടിലെ സ്ത്രീകളെല്ലാം വിളിച്ച് എല്ലാവർക്കും മുറുക്കാനെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോനിപ്പോൾ പറയും. ഒരു കൊച്ചു പോക്കറ്റ് റേഡിയോ ഉണ്ട്, കെൽട്രോണിൻ്റെ, അത് വെച്ച്. അപ്പോൾ അതിൽ കണ്ണൂരിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കുറിച്ച് സംക്ഷിപ്ത വിവരണം നടത്തുന്നത് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. എപ്പോഴാണ് ഈ പന്ന്യൻ രവീന്ദ്രനായി?
പന്നി രവീന്ദ്രൻ്റെ വീട്ടുപേരാണ്. അന്ന് പന്നി രവീന്ദ്രൻ തന്നെ അവിടെ കൂടെ എൻ്റെ അമ്മേൻ്റെ വീട്ടുപേര് പന്ന്യനാ. തറവാട്ട് പേര് എന്ന് പറയുന്നത് നമ്മൾ അമ്മേൻ്റെ തറവാട്ട് പേരാ പന്ന്യൻ. അത് എൻ്റെ പന്ന്യൻ രവീന്ദ്രൻ ചെറുപ്പത്തിലേ നേതൃത്വത്തിൽ ഉയർന്നു വരുമ്പോഴാണ് അല്ല അന്നേ ഉള്ള പന്ന്യൻ രവീന്ദ്രൻ. അത് മാറ്റില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രി 11:30 മണിക്കാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അന്ന് 70 രൂപേൻ്റെ ഒരു ചെക്കും കിട്ടിയിരുന്നു. ചെക്ക് ഞാൻ വീട്ടിലെത്തിയപ്പം ബാധു തുറന്ന് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച്, എടാ ഇനി എനിക്ക് ചത്താൽ വിഷമമില്ല, നീ റേഡിയോ പറഞ്ഞില്ലേ. അന്ന് ഓരോരുത്തരെയും പേരിന് നേരെ കൊടുക്കും, AIR ഫെയിം എന്ന് അല്ല കൊടുക്കും. അപ്പം ആ ഘട്ടത്തിലായത് എൻ്റെ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഞാൻ പിറ്റേന്ന് രാവിലെ പോകുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുക, അച്ചക്ക റേഡിയോ പറഞ്ഞതാ. എൻ്റെ പഞ്ചായത്തിൽ ആദ്യമായി റേഡിയോ പറയാൻ ഞാൻ ആകാശവാണിയിൽ. അത് അമ്മക്കുണ്ടായ ഒരു സന്തോഷം. പുടാതി പഞ്ചായത്തിൽ ആദ്യം സംസാരിക്കുക ഞാൻ. അമ്മക്ക് സന്തോഷം കിട്ടിയ അനുഭവം താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല അല്ല കേക്ക്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അമ്മ ദുഃഖിച്ച ദിവസമാണ്. ഞാനിങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്ത് എൻ്റെ കൂടെ കളിക്കുന്ന ഒരു രാജനുണ്ട്. രാജൻ്റെ ചേട്ടൻ പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ പട്ടാളക്കാരനായ ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ പിന്നെ സാധാരണഗതിയിൽ ചില സാധനമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ കളി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞടാ, വീട്ടിൽ നിന്ന് നിന്ന ഭക്ഷണം നല്ല പുട്ടും ഇറച്ചി കൊണ്ടെന്ന് പറഞ്ഞു. അന്ന് പുട്ട് ഇറച്ചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊതി തോന്നും. കാരണം വീട്ടിൽ ഇറച്ചി വെക്കുമ്പോൾ അതിൻ്റെ മണവും ഇതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കും. അപ്പം ഞാൻ പോയി, ഞാൻ വളരെ അടുപ്പുള്ളതാണ്. വീട്ടിൽ ചെന്ന് എല്ലാവർക്കും വിളമ്പി, അതിൻ്റെ കൂടെ എനിക്കും ഇത് നല്ല പുട്ടും ഇറച്ചി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഞാൻ വിരിച്ച് വെള്ളം വരെ അപ്പോഴേക്കാണ് മറ്റേ ചുവന്ന ദ്രാവകം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ പറ്റൂല, എല്ലാവരും കുടിക്കും. അന്ന് എനിക്ക് ഓർമ്മയില്ല. 3XRM എന്ന് പിന്നെ പറയുന്നത് കേട്ട് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അത് എന്തോ ആയിക്കോട്ടെ, ഒരു ചുവന്ന സാധനം. അപ്പം എല്ലാവരും കൂടി അത് നിർബന്ധിച്ച് ഞാനും കുടിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ കാലിൻ്റെ പെരുവിരൽ മുതൽ ഇങ്ങനെ ഒരു തരിപ്പ് തുടങ്ങി. എനിക്ക് വല്ലാത്ത വിശപ്പ്. കണ്ടമാനം ഭക്ഷണം കഴിച്ച് പിന്നെ എഴുന്നേറ്റ് കാലിങ്ങനെ വേച്ചാൽ നടപ്പ്. എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. ഞാൻ വീട്ടിലെങ്ങനെയെങ്കിലും എത്തി, മുട്ടി വാതിൽ തുറന്ന് അമ്മ എന്നെ നല്ലോണം നോക്കി, ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി കിടന്ന്. അടുത്ത ദിവസം ഉച്ചയാകുമ്പോഴാണ് ഞാൻ പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീങ്ങുമ്പോൾ ഇന്നലെ എന്താ കഴിച്ചേ? ഞാൻ ഉള്ളത് അതുപോലെ പറഞ്ഞ് എൻ്റെ 2 കൈയും പിടിച്ച് അമ്മ എന്നോട് പറഞ്ഞ്, മോനെ ഇതാദ്യത്തെ അവസാനത്തെ ഞാൻ കഴിക്കരുത് കേട്ടോ. ഇത് പറയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. അമ്മ എന്നെ അടിച്ചെങ്കിൽ എനിക്ക് വിഷമമില്ല. അടിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അടിച്ചെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് അമ്മയുടെ ആ കണ്ണീരാ. ഞാൻ സോവിയറ്റിൽ പോയപ്പോൾ അവിടെ നിർബന്ധിച്ചല്ലോ. ഞാൻ പറഞ്ഞോ കഴിച്ചിട്ടില്ല. ഒരിക്കലും പിന്നെ എവിടുന്നും ഞാൻ കഴിച്ചില്ല. ഈ അമ്മയുടെ ആ അനുഭവങ്ങൾ താങ്കൾ പങ്കുവെക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ, താങ്കൾക്ക് വ്യക്തിപരമായി ഏറ്റവും ആഹ്ലാദം കിട്ടുന്ന നിമിഷം ഏതായിരിക്കും? അത് ആഹ്ലാദം കിട്ടുന്ന എനിക്ക് എപ്പോഴും രാഷ്ട്രീയമായ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആഹ്ലാദം കിട്ടുക. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്ന ഈ നാട്ടിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഈ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ വലിയ അനുഭവം. സങ്കടം തോന്നിയ ദിനം, ഏറ്റവും സങ്കടം ഇപ്പോൾ ഓർമ്മ വരും, ആദ്യത്തെ സങ്കടം തോന്നിയ പിന്നെ ദിനങ്ങൾ ഒരു 2-3 ഉണ്ട്. ഒന്ന്, നമ്മുടെ AIYFൻ്റെ ഒരു പ്രവർത്തകനായ ദാമോദരൻ മുടക്കുന്ന്. ആ ദാമോദരനെ ആ മുടക്കുന്നിൽ വെച്ച് വെട്ടിക്കൊന്ന്. രാഷ്ട്രീയ കൊലയാണ്. അത് അറിഞ്ഞപ്പം എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ ശബ്ദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായി. കാരണം അതിൻ്റെ തലേ ദിവസമാണ് അവിടെ നിന്ന് കൊടി കൊണ്ടുപോകുന്ന പാർട്ടി സമ്മേളനത്തിൽ. കൊടി പോകുമ്പോൾ ഞാൻ ദാമോദരനോട് പറയും, ദാമോദര എനിക്ക് കാഞ്ഞങ്ങാട് സമ്മേളനത്തിൽ കാണാം, അത് വരാൻ പറ്റില്ലൊരു വേട്ടാ. ഞാൻ പറയുന്നതോ അല്ല, ഞാനിവിടെ നിന്ന് പോയാൽ ഇപ്പം നമ്മുടെ ആളുകൾ ആ വല്ലതും ചെയ്യും, അവിടെ എനിക്ക് വരാൻ കഴിയില്ല. ആ ദാമോദരൻ വിട്ടുപിരിഞ്ഞ് അതെനിക്ക് മറക്കാൻ കഴിയാത്തൊരു വലിയ ദുഃഖമാണ്. അതുപോലെ മറ്റൊരു ദുഃഖമാണ് നമ്മുടെ കൂത്തുപറമ്പ് രക്തസാക്ഷി റോഷൻ. ആ റോഷൻ്റെ വീട്ടിൽ ബോഡിയുമായി എല്ലാ രക്തസാക്ഷികളുടെയും വീട്ടിൽ 2 നേതാക്കന്മാർ പോകും.
അപ്പോൾ ഈ ബാലാനന്ദനും ഞാനുമാണ് റോഷൻ്റെ വീട്ടിൽ പോകുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ റോഷൻ്റെ അച്ഛൻ വാസു. അപ്പോൾ റോഷൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലുള്ള കരയിൽ പയ്യനാണ്, പഠിക്കുന്ന പയ്യനാണ്, അവനാ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കരച്ചിൽ ഞാനും കരഞ്ഞു പോയി, എല്ലാവരും കരഞ്ഞു. അപ്പോൾ വാസു എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, സഖാവേ എനിക്ക് ദുഃഖമുണ്ട് സഖാവേ, ആ ദുഃഖം ഇപ്പം നമ്മളിങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, നമുക്ക് ഇത് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ടിന് പോരാടാനാണ്. റോഷൻ്റെ അച്ഛൻ, ഞാനതാണ് അതേക്കുറിച്ച് ഞാൻ മനോരമ ആഴ്ചപ്പതിപ്പിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. റോഷൻ്റെ അച്ഛൻ എഴുത്തിൻ്റെ ലോകത്തേക്ക് താങ്കൾ എപ്പോഴാണ് മാറിയത്? അത് ചെറുപ്പത്തിലുണ്ട്. ചെറുപ്പത്തിൽ എഴുത്തിൻ്റെ ലോകത്ത് വരിക മാത്രമല്ല, ഞാൻ ചെറുപ്പത്തിൽ കവിത എഴുതുമായിരുന്നു. ഏതാണ് ഏറ്റവും ഇഷ്ടം? കവിത എഴുതുക മാത്രമല്ല, എഴുതിയ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കും. ഏതാണത്, ഓർമ്മയുണ്ടോ? അതിൽ രസകരമായ കാര്യം, ആ കവിത എഴുതുന്നത് എൻ്റെ അന്നത്തെ കാലം, അന്ന് സാഹിത്യ സമാജങ്ങളിൽ അവിടെ ചർച്ച ഏർപ്പാട്, കാരണം വായിക്കുമല്ലോ ഒരുപാട്. അപ്പോൾ ആ ചർച്ചക്കിടയിലാണ് ഈ കവിത എഴുതിയത്. കവിത ഞാൻ എഴുതി അയക്കും, പക്ഷെ ഒരു കവിതയും വരുന്നില്ല. അപ്പോൾ വരാതെ വന്നപ്പോൾ വലിയ ദുഃഖമായി. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ പിള്ളേരോട് പറഞ്ഞടാ നിൻ്റെ പേരൊന്നും വരില്ല, ഒരു കാര്യം ഒരു പെണ്ണിൻ്റെ പേര് എഴുതുന്നു. അങ്ങനെ ഒരു പെണ്ണിൻ്റെ പേരിൽ എഴുതി, പ്രമീള എന്ന പേരിൽ. പ്രമീള എന്ന് പറഞ്ഞാൽ PR വരുമല്ലോ ഇതിനകത്ത്, പ്രമീള. ആ കവിത പ്രസിദ്ധീകരിച്ച് മാതൃഭൂമി ബാലപംക്തിയിൽ പ്രസിദ്ധീകരിച്ച് വന്ന് ഞാൻ ആ കവിത എടുത്ത് മാതൃഭൂമി തോളിൽ വെച്ച് ആളെ കാണിക്കണ്ടേ. ഞാൻ കൊണ്ടുപോയി BD ബ്രാഞ്ചിൽ ആദ്യം കൊണ്ടുപോയി. അവിടെ രാഘവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളെ പത്രം വായിക്കുന്ന, അയാൾ കാണിച്ച്. അയാൾ പറഞ്ഞു, എവിടെയാണ് നിൻ്റെ കവിത? എടി ഇത് പ്രമീഡ് ചെയ്തല്ലേ നിൻ്റെ കവിതയാ? ഏതോ പെണ്ണെഴുതിയ കവിതയും കൊണ്ട് നീ നടക്കുക, നാണം ഉണ്ടോ എനിക്ക്? അതുകൂടെ എൻ്റെ എല്ലാം പോയി. ആ കവിതയ്ക്ക് 25 റുപ്യ മണി ഓർഡർ. കവിത ഒരു പ്രണയ കവിതയാണ്. ഇല്ല, പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രണയമൊന്നുമില്ല. ഈ മുടിയുടെ കഥ എന്താ? പലപ്പോഴും അങ്ങനെ ഒരു പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രണയിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു അജണ്ടയിൽപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും പ്രണയം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ചുഴിഞ്ഞു നോക്കിയിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ തട്ടി അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഒരു കേസേ ഇല്ല. ഇത് എന്നിട്ട് ഈ കവിത ഇത് വന്ന് എനിക്ക് 25 റുപ്യ മണി ഓർഡർ വന്ന് അത് വാങ്ങാൻ പറ്റുന്നില്ല. പ്രമീളക്കല്ലേ വന്നിരിക്കുന്നത്. അതുപോലെ 70 രൂപ നേരത്തെ AER ചെക്ക് കിട്ടിയിട്ട് അത് മാറാൻ പറ്റി. അക്കൗണ്ട് വേണ്ടേ? എനിക്ക് ഇവിടുന്ന് അക്കൗണ്ട് എടുക്കാൻ 50 രൂപയാണ്. അപ്പോൾ 70 രൂപ ആകെ ഉള്ളൂ. പിന്നെ 20 കിട്ടുമോ? 50 രൂപ ആരോടൊന്നും കടം വേണം. കടമാലിൻ്റെ ഏർപ്പാട് എനിക്കില്ല, അതുകൊണ്ട് അതും പോയി. 70 രൂപയുടെ ചെക്ക് മാറിയിട്ടില്ല. മാറിയിട്ടില്ല, അത് പൊടിഞ്ഞു പോയി. പോട്ടെ, അത് വാങ്ങിയില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ 95 രൂപ നഷ്ടമായത് അങ്ങനെയാണ്. ആ നഷ്ടത്തിനും നഷ്ടങ്ങളുണ്ടാകണല്ലോ. ജീവിതത്തിൽ അങ്ങനെ നഷ്ടങ്ങളൊക്കെ സ്വാഭാവികം. ചെറിയ നഷ്ടങ്ങൾ അതൊക്കെ ഉണ്ടാവും. മന്ത്രിപദത്തിന്റെ അത് ഞാൻ പാർലമെന്റിൽ പോയപ്പോൾ പാർലമെന്റ് മെമ്പർമാർക്കെല്ലാം കാറ് വേണമല്ലോ. TDT ആചാര്യ എന്ന് പറയുന്ന ആളാണ് പാർലമെന്റ് സെക്രട്ടറി. ആചാരി എന്നെ അവിടെ പറഞ്ഞൊന്ന് എൻ്റെ മുറിയിൽ വരണമെന്ന് പറഞ്ഞു. ചെന്ന് എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് ഏതാ കാറ് വേണ്ടേ, ഒപ്പിട്, നിങ്ങളൊരു കാറുമായിട്ട് പോയിക്കോ. നിങ്ങൾക്ക് പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം പോയാലും കാറുണ്ടാവും. കാരണം പാർലമെൻറ്റ് മെമ്പർക്ക് കാറ് വാങ്ങാനുള്ള കാശ് പാർലമെൻറ്റിൽ നിന്ന് കടമായി തരും, പലിശയില്ല വായ്പ. കാറ് ഡിസ്കൗണ്ടുള്ള കാറാണ്, വലിയ ലാഭമാണ് ഇത് കച്ചവടം, നിങ്ങളിങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ മൂപ്പർ എന്നോടെല്ലാം ഉപദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാറ് വാങ്ങിയാൽ ഞാൻ മുതലാളിയാവും. ഞാൻ ഒരിക്കലും മുതലാളിയാൻ ആഗ്രഹിക്കുന്നില്ല. കാറ് വാങ്ങിയില്ല, എല്ലിൽ ഇടുന്ന കാറ് അന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു നമ്മുടെ പാർട്ടി സഖാവുണ്ട്, അയാൾ ടാക്സി കാറിൽ ഞാൻ പോവുക, പൈസ അപ്പോൾ കൊടുക്കും. ആർക്കും ഒരു ബാധ്യതയില്ല, ഒരു പൈസേൻ്റെ ബാധ്യതയില്ല, കടം വാങ്ങേൻ്റെ ബാധ്യതയില്ല. ജീവിതത്തിൽ ബാധ്യത എന്ന് പറയുന്നത് അത് നല്ലതല്ല. ഈ മുടിയുടെ കഥ എന്താണ് ശരിക്കും? മുടിയുടെ കഥ പറഞ്ഞാൽ നമ്മളെ കണ്ണൂരിലല്ലേ മുടിയുടെ കഥ. ഞാൻ 75 അടിയന്തരാവസ്ഥ വന്ന്. അടിയന്തരാവസ്ഥയിൽ കണ്ണൂർ ഒരു പോലീസ് ഓഫീസറായിരുന്നു പുലിക്കോട് നാരായണൻ. വലിയ ശൂരവീര പരാക്രമിയാണ്.
അപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ ചെറുപ്പക്കാരെല്ലാം കാണുമ്പോൾ ചെറുപ്പക്കാർ അന്നെല്ലാം മുടി നീട്ടി വളർത്തും. ഹിപ്പി മുടിയാണ്. ഹിപ്പിയാണ്. അപ്പോൾ ചെറുപ്പക്കാരെങ്ങനെ മുടി വെച്ചിരിങ്ങനെ നടക്കുന്നതുകൊണ്ട് അപ്പം പിന്നെ ഞാൻ അന്ന് യൂത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. എനിക്ക് പുലിക്കോടിനറിയാം, പുലിക്കോടിന് തന്നെ അറിയാം, യൂത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. പക്ഷെ മിണ്ടാൻ പറ്റില്ല. അന്ന് അടിയന്തരാവസ്ഥയായതുകൊണ്ട് സംസാരമൊന്നും പറ്റില്ലല്ലോ. പ്രസംഗമില്ല, എഴുത്തില്ല, ഒന്നുമില്ല. അപ്പം ഒരു ദിവസം നമ്മളെ എസ് എൻ കോളേജിലെ പിള്ളേരെല്ലാം മുടി വെട്ടിച്ചെന്ന് പറഞ്ഞിങ്ങനെ പോലീസുകാരുടെ കൂട്ടിക്കൊണ്ടുപോകാൻ മുടി അങ്ങ് സെൻറ്ററിൽ നിന്ന് അങ്ങ് വെട്ടുക. അപ്പോൾ നമ്മുടെ ശശികലയൊക്കെ ഒന്നുണ്ടായിരുന്നു, ഈ ശശികല ആർട്ടിസ്റ്റ്, അയാളൊക്കെ ഒന്നുണ്ടായിരുന്നു എസ് എൻ കോളേജിൽ. ഉണ്ട്. പുലിക്കോട് ഇങ്ങനെ വിരാജിച്ച് നടക്കുക. അടിയന്തരാവസ്ഥയോട് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തേനൊരു വഴി. പ്രകടനം നടത്താൻ കഴിയില്ല, മീറ്റിംഗ് നടത്താൻ പറ്റില്ല, പ്രതിഷേധിക്കാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മുടിയെ നീട്ടിയാൽ എന്താ? താങ്കളെ പോലെ ക്രോപ്പ് ചെയ്തായിരുന്നു എൻ്റെ മുടി. മാസത്തിൽ ഒരിക്കൽ വെട്ടണം. ഞാനൊരു 3 മാസം കൊണ്ട് എൻ്റെ മുടി അങ്ങ് നീണ്ട്. അപ്പോൾ കണ്ണൂരിൽ ഞാൻ മുനീശ്വരൻ കോവിലിൻ്റെ ബസ് സ്റ്റോപ്പിൽ, ആ സ്റ്റോപ്പിൽ ഞാനിങ്ങനെ ബസ് കാത്തിക്കുക രാവിലെ ഒരു 11 മണിക്ക്. അപ്പോഴാണ് പുലിക്കോട്ടെ വരവ്. ജീപ്പ് സ്വയം ഓടിച്ച് വരിക. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മൂപ്പരെന്ത് ചെയ്ത് ബ്രേക്ക് റിവേഴ്സ് എടുത്ത് വന്ന് എൻ്റെ അടുത്ത് ഏരിയ നോക്കി സൂക്ഷിച്ച് നോക്കി. ഈ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് ഈ ഔദാര്യം കൊണ്ടല്ലേ ഞാൻ മുടി വെച്ച് നടക്കേണ്ടത്. എന്തിൻ്റെ കാര്യം? ഞാൻ നമ്മുടെ രാജ്യത്തിൽ ഒരു അധികാരമുള്ള പൗരനല്ലേ. ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഇപ്പം നാണം മറക്കാതെ ജീവിച്ചാൽ മതിയല്ലോ, മറ്റ് പ്രാകൃതമായിട്ടൊന്നുമല്ലല്ലേ. അതുകൊണ്ട് അത് അന്യായമാണ്. അപ്പം ഞാൻ നോക്കി എന്ന് പറഞ്ഞ് ഇത് ഞാൻ ഒഴിവാക്കിയതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ മുടി വെട്ടുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം. അപ്പോൾ ഇയാൾ എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ കൂളായിട്ട് അങ്ങോട്ട് നോക്കി. അന്ന് പോയതാ. ഇതുവരെ പിന്നെ ഈ മുടി എപ്പോഴെങ്കിലും അപകടം ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ മുടി താങ്കളുടെ യാത്രയിലേക്ക് ഉപദ്രവം പലപ്പോഴും ഉണ്ടായി. രസകരമായ ഒരു ഉപദ്രവം ഏതാണ്? ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഞാനൊരു സിനിമക്ക്, ഞാൻ മിക്കവാറും സിനിമ കാണാൻ പോകുന്നില്ലേ, ഒരു സിനിമ കാണാൻ വേണ്ടി പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആവേശത്തിൽ ഒരാളുടെ പതുക്കെ പിന്നെ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം അയാൾ കാണുന്നില്ലല്ലോ, ഇൻ്റർവെല്ലിൽ കണ്ടുപോയി. പിന്നെ അയാൾ രക്ഷപ്പെട്ട്. പിന്നെ പാർലമെൻറ്റിലെത്തിയപ്പോൾ മെയിലും ഫീമെയിലും മാറിപ്പോയി. എൻ്റെത് ഫീമെയിലിൽ കൊണ്ടുപോയി അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴത്തെ മന്ത്രിയില്ലേ, നമ്മളെ കൃഷ്ണൻകുട്ടി, എലക്ട്രിസിറ്റി മന്ത്രി, അദ്ദേഹവും ഞാനും ചന്ദ്രചൂഡനും കൂടിയിട്ട് LDFൻ്റെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇസ്മയിൽ എന്ന് പറയുന്നത് നമ്മുടെ സഖാവ് തോറ്റുപോയി. അല്ല, അവിടെ CPMൻ്റെ ഇസ്മയിൽ. അപ്പോൾ തോറ്റുപോയതിനു ശേഷം തോമസ് ജയിച്ചത് തോറ്റ്. അപ്പം ഇത് പാർട്ടി LDFൻ്റെ കമ്മിറ്റി വലിയ രൂക്ഷമായ ചർച്ചയായി. അപ്പോൾ നമ്മളും കൂടി ആലോചിച്ച് ഒന്നൊരു കമ്മീഷനാവാം. അപ്പം നമ്മളെ 3 പേരെ കമ്മീഷനാക്കി. BS പറഞ്ഞ് പന്ന്യനെ എൻ്റെ ചെയർമാനാണോ? ഞാൻ പറഞ്ഞു ഇവർ 2 പേരും സീനിയറും, പിന്നെ ഞാൻ നോ താനെൻ്റെ ചെയർമാനാണെന്ന് പറഞ്ഞു. അങ്ങനെ കമ്മീഷൻ നമ്മൾ തെളിവെടുപ്പ് നടത്തിയെല്ലാം കൂടി. പിന്നെ മൂവാറ്റുപുഴ ഒരു ദിവസം വൈകുന്നേരം ഭക്ഷണം കഴിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു ചാറ്റ മഴ, ഒരു ഓട്ടോറിക്ഷ കയറി. നമ്മൾ 3 ആൾ ഓട്ടോറിക്ഷ കയറി. അപ്പോൾ ആദ്യം ചന്ദ്രചൂഡൻ, പിന്നെ ഞാൻ, പിന്നെ കൃഷ്ണൻകുട്ടി. അപ്പം ഓട്ടോറിക്ഷയിലും മൂടിയിട്ടാണ് പോകുന്നത്, കാരണം മഴയല്ലേ. അപ്പോൾ പിന്നൊരു ജീപ്പ് ഹോൺ അടിച്ചുകൊണ്ട് വന്ന് മുമ്പിൽ വന്ന് ബ്രേക്ക് ചെയ്ത് നമ്മളെ ഓട്ടോറിക്ഷ നിർത്തിച്ച് കയ്യാട് നിർത്തി വന്ന് പാളി മുക്കി നോക്കുമ്പോൾ നമ്മൾ 3 ആൾ. സോറി സാർ, ഒരബദ്ധം പറ്റിയതാണ്, ഒരു റോങ് മെസ്സേജ് കൊണ്ട് പറ്റിയാന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പെണ്ണിനെ 2 ആൾ കൂടി തട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പം ഇതൊക്കെ സാധാരണഗതിയിൽ താങ്കൾ അധ്യാപക കാലഘട്ടമൊക്കെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥി കാലഘട്ടത്തെ അധ്യാപകൻ. ഇന്നിപ്പം അധ്യാപകനെ എന്നെ ഒരു കുട്ടി പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ലേ? എനിക്ക് അതിനെക്കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? ഞാനങ്ങ് തീർത്ത് കളയുന്ന പറഞ്ഞു ഒരു അധ്യാപകനെ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഞാനങ്ങ് തീർത്ത് കളയും എന്നൊക്കെ കുട്ടികൾ പറയുമ്പോൾ ഈ അധ്യാപക കുട്ടികളുടെ അന്നത്തെ ഇന്നത്തെ ബന്ധത്തെ താങ്കൾ എങ്ങനെ നോക്കുക? ആ ബന്ധത്തിൽ ഒരുപാട് അകൽച്ച വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നിയത് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അധ്യാപകന്മാരാണ്. ഇപ്പം പൂതപ്പാട്ട് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട കാവ്യ ഇടശ്ശേരിൻ്റെ. പൂതപ്പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അമ്മക്ക് ആ കുഞ്ഞിനോടുള്ള വിധേയത്വം,
അമ്മക്ക് സ്വർണവും എന്ത് സ്വത്ത് കൊടുത്താലും എനിക്കെൻ്റെ മോനെ വേണമെന്ന അമ്മ. അതാണ് അമ്മ, അമ്മയുടെ മനസ്സതാ. അതാ പൂതപ്പാട്ട്. അതെ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് പാഠത്തിൻ്റെ ഭാഗമായിട്ടില്ല, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ഇപ്പം ONV ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിന്നെ ചങ്ങമ്പുഴ കവിതകൾ, അദ്ദേഹം കവിത അന്നേരം ഒരുപാട് വായിക്കുന്നതാണ്. സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്ന അവസരത്തിൽ മാഷി ചോദിച്ചു, പിന്നെ ചങ്ങമ്പുഴയുടെ ഏറ്റവും നല്ല കൃതി ഏതാ? ONV എഴുന്നേറ്റെന്ന് പറഞ്ഞു രമണൻ. അപ്പോൾ വേറെ കുട്ടി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാഴക്കുല. അപ്പം വാഴക്കുല പറഞ്ഞപ്പോൾ ഇദ്ദേഹം വാഴക്കുലതിനെക്കുറിച്ച് മൂപ്പർക്ക് അറിയില്ല. അപ്പോൾ ONV പോയിട്ട് അവിടുത്തെ പിന്നെ ലൈബ്രറിയെ വിളിച്ചു വരുത്തി, എന്നിട്ട് വായനശാല തുറപ്പിച്ച് ആ വാഴക്കുല എടുത്ത് വായിച്ച് അത് പകർത്തിയതിന് ശേഷം അദ്ദേഹത്തിന് മറക്കും. അതാണ് ആ കാലഘട്ടം. അതില്ല. നമ്മളെ കാവ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും ഇരുട്ട് വീഴുമ്പം നമുക്ക് കാണിക്കുന്ന വെളിച്ച കാവ്യങ്ങൾ. ആ കാവ്യങ്ങൾ ഒന്നാണ് ഈ പറഞ്ഞ കാവ്യം. ഇതൊന്നും ഇന്നത്തെ തലമുറക്ക് ഇല്ല. ഈ നേതാക്കളുടെ കാര്യം പറഞ്ഞല്ലോ സാർ. ഇപ്പൊ താങ്കൾ ഇത്ര ലാളിത്യവും ജീവിതമൊക്കെ, പക്ഷെ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ നേതാക്കൾ ഹൈടെക് ആകുന്നു, ഏറ്റവും പോഷായ വണ്ടികൾ ഉപയോഗിക്കുന്നു. താങ്കൾ വാച്ച് കെട്ടുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും ഒക്കെ ലാളിത്യം പറയുമ്പോൾ ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഈ ഒരു യാത്രയെക്കുറിച്ച്, നേതാക്കളുടെ യാത്രയെക്കുറിച്ച്, അവരുടെ ജീവിത ചര്യകളെക്കുറിച്ചൊക്കെ താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ പൊതുവരിക പറയുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചുള്ള മതിപ്പ് കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞു വരുന്നതിന് കാരണം എന്താണെന്ന് രാഷ്ട്രീയ പ്രവർത്തകരെ പരിശോധിക്കണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്ഥാനമൂലകങ്ങളിലുള്ള ആർത്തി, സ്ഥാനം. രണ്ട്, ഇവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ ചർച്ച എന്താ? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയാണ്. ആ നിലക്ക് മാറിക്കഴിഞ്ഞു. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹിക സേവനമാണ്, അർപ്പിക്കുക. നമ്മൾ എത്ര സഖാക്കൾ ജീവൻ കൊടുത്ത ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി അവരെ ജീവൻ കൊടുത്തെന്തിനാ? കൃഷിഭൂമി കൃഷിക്കാരെന്നുള്ള പോരാട്ടത്തിൽ കയ്യൂർ സഖാക്കൾ 4 പേരെ തൂക്കിലേറ്റി. അവരൊരു തരത്തിലുള്ള മനഃചാഞ്ചല്യമില്ലാതെ ഏറിയല്ലോ. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പോകുന്നു, പക്ഷെ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നവർ ഇതിനു വേണ്ടി പോരാടും, നീതിക്ക് വേണ്ടി. അതാണ് കമ്മ്യൂണിസ്റ്റ്. വെളിയത്തെപ്പോലുള്ളൊരു നേതാവിനുള്ള സാധ്യത ഇനിയുണ്ടോ? വെളിയത്തെപ്പോലുള്ള നേതാക്കന്മാർ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി താങ്കളുടെ ഒരു ജീവിതത്തിലേക്ക് താങ്കളുടെ ജീവിത പങ്കാളിയെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ആരാണ്? അതെൻ്റെ അമ്മ കണ്ടെത്തിയ അമ്മയാണ്, രത്നവല്ലി. എങ്ങനെയാണ് ആ ഒരു കെമിസ്ട്രി? എല്ലാം ഒന്നുങ്ങൾ മനസ്സിലാക്കേണ്ട. എല്ലാം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായില്ലേ, ഒരു 19 വർഷമായില്ലേ, ഈ 3 മക്കളായില്ലേ. ഒരല്ലല്ല. ഒന്ന്, നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമാണ് പ്രധാനം. പരസ്പര വിശ്വാസമാണ്. ആ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പരാതി ഉണ്ടോ താങ്കളെ കുറിച്ച്? ഒരു പരാതി ഉണ്ടാവുമല്ലോ സാധാരണഗതിയിൽ. പക്ഷെ എന്ത് പരാതി ഉണ്ടായാലും എന്നോട് ചേർന്നുകൊണ്ട് എൻ്റെ കൂടെ മക്കൾ. ഒരു ദിവസം രസകരമായ കാര്യം, വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം പിന്നെ അവളെ വീട്ടിൽ പോയി. അവളെ വീട് അതിന് അടുത്ത് തന്നെയാണ്. വീട്ടിൽ പോയപ്പം ഇവൾ ക്ഷീണിച്ചിരുന്നു കുറേ. ഇവിടെ അച്ഛൻ പറഞ്ഞ് ഇവള് വല്ലാതെ ക്ഷീണിച്ചു പോയി, ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് നീ പോയിട്ട് കൂട്ടിയിട്ട് വന്നു. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞ് ഓള് ഒരു 2 ആഴ്ച ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞ്. ഞാനിവളോട് ചോദിച്ചു, നീ എന്താ തീരുമാനിച്ചേ? നീ തീരുമാനിച്ചെന്താ? നീ ഇവിടെ നിൽക്കുന്നു, എൻ്റെ കൂടെ വരുന്നു. അന്ന് ഇറങ്ങി വന്നതാ. പിന്നെ വീട്ടിൽ പോയി താമസിച്ചിട്ടില്ല. വീട്ടിൽ താമസിച്ചിട്ടില്ല. ഇതാ നിങ്ങൾക്ക് ടൈറ്റാനില്ലേ വാച്ച്? എത്ര വഴക്കമുണ്ട്? അതൊക്കെ കുറേ പഴക്കമുണ്ട്. ഈ സ്റ്റേപ്പ് പൊട്ടിയിട്ട് ഇപ്പോൾ അടുത്ത സ്റ്റേപ്പ് ഇട്ടത്. മക്കൾ 3 മക്കളുണ്ട്. ഒരാൾ പിന്നെ രാകേഷ്, അയാൾ കൺസ്ട്രക്ഷൻ്റെ വർക്ക് വരെ നടക്കുന്നത്. മറ്റേ ആൾ രൂപേഷ്, അഡ്വക്കറ്റാണ്. 3-മത്തെ ആൾ ദുബായിൽ ഒരു കമ്പനിയിലാണ്. എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ കമ്പനിയിലൊന്നും അല്ല കേട്ടോ. അല്ല, മക്കള് ഇപ്പം കടന്നപ്പള്ളിയെ കുറിച്ച് പറയും, അനുജനൊരു ജോലി കൊടുക്കാതെ അനുജൻ ജീവിതത്തോട് വിട പറഞ്ഞ പാരമ്പര്യമൊക്കെ പറയും. ഈ മക്കളൊക്കെ താങ്കളും ഇത്രയും വലിയ രാഷ്ട്രീയ നേതാവൊക്കെ ആയിരിക്കുമ്പോൾ ഒത്തിരി വകുപ്പുകളൊക്കെ കൈകാര്യം വലിയ പ്രസ്ഥാനത്തിന്റെ മക്കളെ ഒന്നും എവിടെയും ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. മക്കൾ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ വീട്ടിലെ ആളുകളുമായി ഇടപെടുന്നതും ജനങ്ങളുമായി ഇടപെടുന്നതും എല്ലാം കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട്.
നിങ്ങൾ സ്വീകരിക്കുന്ന വഴി ഏതാണെന്ന് പറഞ്ഞാൽ കുട്ടികളത് അനുകരിക്കും. അനുകരണം ഉറപ്പാണ്. ഇപ്പം നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് അറിയാം എൻ്റെ രീതി എന്താണ്. അവരാരും പുകവലിക്കില്ല, അവർ മദ്യപിക്കില്ല, അവർ വേണ്ടാതെ വഴിപെട്ട പണിക്കൊന്നും പോയിട്ടില്ല. അത് പോകാതിരിക്കാൻ കാരണം ഇത് തന്നെയാണ്. അതെല്ലാം ന്യൂ ജനറേഷൻ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം. നമ്മുടെ സമയം തീരുകയാണ്. താങ്കളുടെ ജീവിതാനുഭവം വെച്ച് നമ്മുടെ പ്രേക്ഷകരോട് അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ പറയാനുള്ളൊരു വലിയ ആളൊന്നുമല്ല, പക്ഷെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കാരണം, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കണം. അല്ല, ഒരു ജീവിതമേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ആഘോഷമായി ജീവിക്കണം എന്ന് പറയുന്ന ഒരു കാലമാണിത്. താങ്കൾ എങ്ങനെ ജീവിക്കണം എന്നാണ്? അല്ലാതെ അടിച്ചു പൊളിച്ച് ആഘോഷമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു പൊളിക്ക് എത്ര സമയമാണ് ഉള്ളത്, ആയുസുള്ളത്? നിങ്ങൾ സുഖവും ദുഃഖവും എന്ന് പറയുന്നില്ലേ? എന്താ സുഖം? ചിലയാൾക്ക് നല്ല ചിക്കൻ ബിരിയാണി, ഇപ്പം ചിക്കനല്ല, ഇപ്പം തന്തൂരി കഴിച്ച് മന്തിയൊക്കെ കഴിച്ചാൽ വലിയ ആവേശത്തോടെ നിൽക്കുക. നോ തെറ്റാ. അത് കഴിച്ചങ്ങ് തീർന്ന്. ദുഃഖം വേണമെങ്കിൽ എങ്ങനെ വേണം? സുഖം ഉണ്ടെങ്കിലേ ദുഃഖം ഉണ്ടാവും, ഉറപ്പല്ലേ? പഴയ കാലത്ത് നമ്മളെ ദേവന്മാർക്ക് സുഖവും ദുഃഖവും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നരന്മാരായി ജീവിക്കുന്നു പറഞ്ഞപ്പോൾ അവരപ്പം അപ്സെറ്റായി പോയത്. എന്താ നിങ്ങൾ നോക്കേണ്ട കാര്യം? ജീവിതമാണ് വലുത്. ആ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, ദുർഘടമായ വഴിയുണ്ടാവും, നല്ല വഴികളുണ്ടാവും. അതെല്ലാം അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സുഖം മാത്രം അനുഭവിച്ച് ജീവിക്കുക. സുഖം മാത്രം എന്ന് പറഞ്ഞാൽ എന്താ സുഖം? എന്താ സുഖം? സുഖം എന്താണെന്ന് അറിയണമെങ്കിൽ ദുഃഖം നിർത്താം. രവിയേട്ടൻ പറഞ്ഞ് നിർത്തിയെടുത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നാണ് ഇന്നത്തെ തലമുറ ആവർത്തിച്ചു പറയുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ അവസാനം പറഞ്ഞ വാക്ക്, സുഖവും ദുഃഖവും ദുർഘടമായ പാതകളും താണ്ടി ജീവിതം അതിൻ്റെ യാഥാർത്ഥ്യ സൗന്ദര്യത്തോടുകൂടി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. കൃത്രിമമായ സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ആയുസ് എന്താണ് എന്ന രവിയേട്ടൻ്റെ ചോദ്യം സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ട് സക്സസ്ഫുൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിലപ്പെട്ട സമയം നമുക്ക് തന്ന പന്ന്യൻ രവിയേട്ടനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.